ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അഗ്നിപരീക്ഷയിൽ ഒരു ഫേവറേറ്റ്സ് നടന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? LGBTQ അനുകൂലമായി സംസാരിക്കാത്തത് കൊണ്ടാണ് അഭിരാം ഷോയിൽ നിന്ന് എവിക്റ്റ് ആയതെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അഗ്നിപരീക്ഷയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് ടെലിവിഷനിലൂടെ നിങ്ങൾ കാണാൻ പോകുന്ന എപ്പിസോഡിൽ അഭിരാം, നമ്മുടെ കണ്ടസ്റ്റന്റ് അഭിരാം എവിക്റ്റ് ആയിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് അഭിരാം. അഭിരാമിന് മുന്നോട്ടുള്ള യാത്രയിൽ ഫ്യൂച്ചറിൽ എല്ലാവിധ നല്ല അവസരങ്ങളും പോസിറ്റിവിറ്റിയും തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. കുറച്ചു പേർക്കെങ്കിലും അഭിപ്രായമുണ്ട്, LGBTQ എതിരായി സംസാരിച്ചത് കൊണ്ട് റിയാസ് സലീം ജഡ്ജിങ് പാനലിൽ ഉള്ളത് കൊണ്ട് അഭിരാമിന് അങ്ങനെ ഒരു എൻട്രി ബിഗ് ബോസ് ഹൗസിലേക്ക് കിട്ടാതെ പോയതാണെന്ന്. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ കമന്റ് ചെയ്യണം കേട്ടോ. പേഴ്സണലി പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. സീസൺ 4 റിയാസ് സലീം എൻ്റെ ഒരു ഫെല്ലോ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടല്ല, എൻ്റെ ഒരു കോ കണ്ടസ്റ്റന്റ് ആയിരുന്നത് കൊണ്ടല്ല ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. മാത്രമല്ല, ഞാൻ എവിക്റ്റ് ആയതിനു ശേഷമാണ് റിയാസിന്റെ വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സ്റ്റിൽ എനിക്ക് റിയാസുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയ്ക്ക്, നല്ലൊരു ഗെയിമർ എന്ന നിലയ്ക്ക് എനിക്ക് റിയാസിന്റെ അഭിപ്രായങ്ങളിൽ പലതിലും യോജിപ്പുണ്ട്, ചിലതിൽ വിയോജിപ്പും ഉണ്ടാകാം. പക്ഷെ എന്ന് കരുതി ഒരു കണ്ടസ്റ്റന്റിനെ തന്റെ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ താൻ അനുകൂലിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് എതിരായതുകൊണ്ട് മാത്രം കാലിബറുള്ള ഒരാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് വിടാൻ തടസ്സം നിൽക്കുന്ന ഒരാളായിട്ട്, അത്രയും ഒരു ഫേക്ക് ജഡ്ജ്മെന്റ് കൊടുക്കുന്ന ഒരാളായിട്ട് റിയാസ് സലീമിനെ വിലയിരുത്താൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായവുമില്ല. മാത്രമല്ല, അഭിരാം കുറച്ചുകൂടി സംസാരിക്കുന്ന കാര്യങ്ങളിൽ അഭിരാമിന്റെ വോയിസ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പലയിടത്തും പറയുന്ന പോലെ തന്നെ പറയാം, ഗെയിമിൽ പോയിട്ട് അവിടെയുള്ള പാളിച്ചകൾ മനസ്സിലാക്കി അത് തിരുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. കുറച്ചുകൂടിയൊക്കെ രജിസ്റ്റർ ആവാനുള്ള സംസാരം, ഒരു വോയിസ് പവർ അഭിരാമിന് ഉണ്ടാവണമായിരുന്നു എനിക്ക് അഭിപ്രായമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ ഗെയിമിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം മുൻപത്തെ ഗെയിമിൽ നോക്കുകയാണെങ്കിൽ അഭിരാമിന് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, നടുവേദന, ഒരു ഫിസിക് ഇഷ്യൂ അഭിരാമിനുണ്ട്. ഈ നടുവേദന ഒരു ഇഷ്യൂ ആക്കിക്കൊണ്ട് തന്നെ ജഡ്ജിങ് പാനലിൽ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഗെയിമിലേക്ക് ഇങ്ങനെ സുഖമില്ലാത്ത ഒരാളെ ചൂസ് ചെയ്തതെന്ന് ആ ഗ്രൂപ്പിനോട് ജഡ്ജ്മെന്റ് പാനൽ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. എങ്കിലും അഗ്നിപരീക്ഷയിലൂടെ ബിഗ് ബോസിലേക്ക് എത്തുന്ന ഒരു മത്സരാർത്ഥി നാളെ അവിടെ എത്തുമ്പോൾ, അയ്യോ നമ്മുടെ കണ്ടസ്റ്റന്റ് സുഖമില്ലാത്ത ആളാണ്, അയാളോട് എനിക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റു കണ്ടസ്റ്റന്റ്സിന് തോന്നിക്കൂടല്ലോ. അങ്ങനെ ഒരു അഭിപ്രായവും വരാനുണ്ട്. ഇപ്പോൾ നടുവേദന എന്നുള്ളത് ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ നമ്മൾ മാനിക്കേണ്ടതുണ്ട്, ആളുടെ ഒരു വൈയായികയെ നമ്മൾ പറയുന്നതല്ല. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, ഒരു കണ്ടസ്റ്റന്റിനോടും ഒരു മുൻവിധി വെച്ച് അങ്ങനെ പെരുമാറി അവരെ ഷോയിൽ നിന്ന് പുറത്താക്കേണ്ട, ഷോയിലേക്കുള്ള എൻട്രി തടസ്സപ്പെടുത്തേണ്ട ആവശ്യം ഈ ജഡ്ജിങ് പാനലിൽ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു ടോപ്പിക് കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസം, എനിക്ക് തോന്നുന്നു ആത്മവിശ്വാസമോ എന്തോ ആയിരുന്നു അഭിരാമിന് കൊടുത്ത ടോപ്പിക്. അഭിരാം അതിൽ പറയുന്നുണ്ട്, ഒരു 19 വയസ്സുള്ള പെൺകുട്ടി താൻ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു അലിഗേഷൻ തന്റെ അമ്മയോട് പറഞ്ഞ് അഭിരാം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട, അഭിരാമിനെ സ്വന്തം അമ്മ പുറത്താക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. അഭിരാമിന് വളരെ ഇമോഷണലി ടച്ച് ആയിട്ടുള്ള അഭിരാമിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഷെയർ ചെയ്തത്. നമ്മുടെ അഖിൽ മാരാർ ജഡ്ജിങ് പാനലിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇതിൽ വളരെ കൺവിൻസ്ഡ് ആണ്. അഭിരാമിന്റെ ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു കൊടുത്ത ടാസ്ക്, ആ സബ്ജക്റ്റിൽ അഭിരാം സംസാരിച്ച രീതിയിൽ ഞാൻ വളരെ കോൺഫിഡന്റ് ആണെന്ന്, ഞാൻ വളരെ കൺവിൻസ്ഡ് ആണെന്ന് അഖിലേട്ടൻ പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഭിരാമിന്റെ എവിക്ഷൻ തന്നെയാണ്. LGBTQ സംസാരിച്ചത് കൊണ്ട് റിയാസ് സലീം ഒരിക്കലും ബിഗ് ബോസ് ഹൗസിലേക്ക് അഭിരാമിനെ വിടില്ല. മാത്രമല്ല, ഈ ഒരു ടോപ്പിക്കില് അഖിലേട്ടന്റെ വക ഒരു പ്ലസ് പോയിന്റും കിട്ടിയിട്ടുണ്ട്. അഭിരാം നന്നായി സംസാരിച്ചു, ഞാൻ കൺവിൻസ്ഡ് ആണ് എന്ന് കരുതി അതിൽ പറയുന്നത് മറ്റ് 2 ജഡ്ജസും രഞ്ജിനി ഹരിദാസും റിയാസ് സലീമും അഭിരാമിനെ മനഃപൂർവ്വം ഷോയിലേക്ക് വരാതിരിക്കാൻ പുറത്താക്കി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള വിധി എഴുതലുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കണ്ടസ്റ്റൻസിനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും അവരെ അതുപോലെ തന്നെ ഒപ്പോസ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. അതിന്റെ പഴി വന്ന് വീഴുന്നത് നമ്മുടെ ഹോസ്റ്റിന് കൂടിയാണ്. ലാലേട്ടന് വരെ എത്രയോ കണ്ടസ്റ്റൻസിന്റെ എവിക്ഷനിൽ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അഗ്നിപരീക്ഷയിലെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന റിയാസ് സലീമാണ്. പലയിടത്തും കണ്ട കമന്റുകളിൽ റിയാസ് സലീമിനെ രൂക്ഷമായിട്ട് പറയുന്നത് കണ്ടു. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എപ്പിസോഡ് തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും എവിക്ഷനിൽ അഭിരാം, അപർണ, റൈബിൻ, നയന എന്നിവരാണ് പുറത്തു പോയിട്ടുള്ളത്. ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി ലഭിക്കാതെ മിസ്സായത് ഇത്രയും പേർക്കാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ എപ്പിസോഡ് തന്നെ കാണണം. ജിയോ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഏഷ്യാനെറ്റ് ടെലിവിഷനിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ തെലുങ്ക് അഗ്നിപരീക്ഷയിൽ ഓൾറെഡി ഇപ്പോൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇനി മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി കാത്തിരിക്കുന്നത്. മലയാളം ബിഗ് ബോസിൽ അഗ്നിപരീക്ഷയിലേക്ക് ഇപ്പോൾ 20 പേരാണ് മത്സരിക്കാൻ പോകുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് തത്സമയം ശാലിനിയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് BJ ശാലിനി സൈനിങ് ഓഫ് ഗൈസ്.
ബൈ.